പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലാലേട്ടന്റെ ലൂസിഫറും മമ്മൂക്കയുടെ മധുരരാജയും തിയേറ്ററുകളിലെത്താനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഇരു ചിത്രങ്ങളുടെ പോസ്റ്ററുകൾക്കും ട്രെയിലറുകൾക്കും വലിയ വരവേൽപ്പാണ് ആരാധകർ നൽകിയത്. ഇപ്പോൾ ലൂസിഫറിന്റെ ട്രെയിലർ പങ്കുവച്ച സംവിധായകൻ വൈശാഖിനോട് പൃഥ്വി പറഞ്ഞ കമന്റാണ് വൈറലാകുന്നത്. പൃഥ്വിരാജ് ആദ്യമായി സംവിധായക കുപ്പായം അണിയുന്ന ചിത്രം ലൂസിഫറും മമ്മൂക്കയുടെ മധുരരാജയും തിയേറ്ററുകളിലെത്താനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ലൂസിഫറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ട്രെയിലറും സോഷ്യൽ മീഡിയയിൽ ഇടം നേടിയിരുന്നു. മമ്മൂക്കയുടെ മധുരരാജയുടെയും ലാലേട്ടന്റെ ലൂസിഫറിന്റെയും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരുന്നു. രാജയുടെ ആദ്യ പാർട്ടിൽ മമ്മൂക്കയുടെ അനുജനായി പൃഥ്വിരാജ് എത്തിയിരുന്നു. എന്നാൽ മധുരരാജ എന്ന രണ്ടാം ഭാഗത്തിൽ പൃഥ്വിരാജ് ഇല്ല. ലൂസിഫറിന്റെ ട്രെയിലർ സംവിധായകൻ വൈശാഖ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും അതിന് പൃഥ്വിരാജ് നൽകിയ കമന്റുമാണ് ഇപ്പോൾ വൈറലാകുന്നത്. ലൂസിഫറിന്റെ ട്രെയിലർ വൈശാഖ് പങ്കുവച്ചപ്പോൾ പൃഥ്വിക്ക് പറയാനുണ്ടായിരുന്നത് രാജയെക്കുറിച്ചായിരുന്നു. രാജയുടെ മൂന്നാം ഭാഗം ഇറങ്ങുമ്പോൾ സൂര്യയെ വിളിക്കണേ എന്നായിരുന്നു പൃഥ്വിയുടെ കമന്റ്. പോക്കിരി രാജയിലെ പൃഥ്വിയുടെ കഥാപാത്രത്തിന്റെ പേര് സൂര്യ എന്നായിരുന്നു. മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിച്ചെത്തിയ പോക്കിരി രാജയുടെ രണ്ടാം ഭാഗമാണ് മധുരരാജ. എന്നാൽ രണ്ടാം ഭാഗത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്നില്ല. എങ്കിലും പൃഥ്വിരാജിന്റെ കമന്റ് ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. മമ്മൂട്ടിയും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് ആരാധകർ പ്രതികരിച്ചിരിക്കുന്നത്. ലൂസിഫറിന്റെ ട്രെയിലർ പങ്കുവയ്ക്കുന്നതിനൊപ്പം പൃഥ്വിയുടെ സംവിധാന മികവിനെ അഭിനന്ദിക്കാനും വൈശാഖ് മറന്നില്ല. രാജുവിന്റെ ഷോട്ടുകൾ ഗംഭീരം, ലാലേട്ടൻ തകർത്തു, ഗംഭീരൻ ട്രെയിലർ, ലൂസിഫർ ടീമിന് ആശംസകൾ എന്ന് പറഞ്ഞാണ് വൈശാഖ് ലൂസിഫറിന്റെ ട്രെയിലർ പങ്കുവച്ചത്. വൈശാഖിന്റെ അഭിനന്ദനങ്ങൾക്ക് നന്ദി അറിയിച്ച പൃഥ്വിരാജ് രാജയുടെ വരവിനായി താനും കാത്തിരിക്കുകയാണെന്നും വ്യക്തമാക്കി. മാർച്ച് 28-ന് ലൂസിഫർ പ്രദർശനത്തിനെത്തും. ഏപ്രിൽ 12-നാണ് മധുരരാജ റിലീസ് ചെയ്യുന്നത്. സിനി ലൈഫ്.